ഫോട്ടോ സെഷൻ. ഒരു ഫോട്ടോ ഏറ്റവും ആദ്യം എടുക്കാം. ഒന്ന് ചേർന്ന് നീം വരുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്നത് ഒരുപാട് പേരുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് പാട്ടുകളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ടൊരു എന്റർടൈൻമെന്റ് സെഷൻ പോലെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു കേക്ക് കട്ടിംഗ് സെറിമണിയും, അത് മാത്രമല്ല ഇന്നേ ദിവസം 21-ാം തീയതി ബർത്ത്ഡേ എത്ര പേർക്കുണ്ടാവും? അപ്പോ ഒരുപാട് പേർക്കുണ്ടാവും. 21-ാം തീയതി ആ ഒരു കൈയാണ് റൈറ്റ്. 21-ാം തീയതി ബർത്ത്ഡേ ഉള്ള ആൾക്കാരിൽ നിന്നും നമ്മൾ ലക്കി ഡ്രോ 3 പേരെ ലക്കി ഡ്രോയിൽ എടുക്കുന്നുണ്ട്. അതിൽ ഒരാളുടെ ഒരു ലക്കി ഡ്രോയിൽ ഒരെണ്ണം നമ്മൾ ഇന്നത്തെ ഇപ്പോൾ ഈ ഒരു സമയത്ത് എടുക്കുന്നതായിരിക്കും. കേക്ക് വരാം കേക്ക് കട്ടിംഗ് സെറിമണിയുടെ ഭാഗമായിട്ടാണ്. സോ ബിഫോർ ദാറ്റ് കേക്ക് കട്ടിംഗ് സെറിമണിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് മാനേജിംഗ് ഡയറക്ടർ ചെയ്യാ എന്താണ്, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. ഒരിക്കൽ കൂടി വീണ്ടും കോഴിക്കോടിനെ തിരഞ്ഞെടുത്തു. അതും എല്ലാ സാധാരണക്കാർക്കും, പ്രത്യേകിച്ചും ഗോൾഡും വജ്രാഭരണങ്ങളും എന്നൊക്കെ പറയുന്നത് പുരുഷന്മാരും സ്ത്രീകൾക്കും ഒക്കെ ഇപ്പോൾ ഒരുപോലെ താല്പര്യമുള്ളതാണ്. പഴയും പുഴയും ഒക്കെ ഇഷ്ടമുള്ളതാണ്. പക്ഷെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഗംഭീരമായിട്ട് പല തട്ടുകളിലായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഞങ്ങൾക്കൊരു വിരുന്നൊരുക്കി. അപ്പോൾ ഈ വിരുന്നിനെ കുറിച്ച് എന്താണ് നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാൻ? ഹലോ, നമസ്കാരം കോഴിക്കോട്. അപ്പോൾ കോഴിക്കോടിന് നമസ്കാരം പറയാൻ പ്രത്യേകം ഒരു അഭിമാനവും എന്താ പറയുക അന്തസ്സൊക്കെ ഉണ്ടാവും. കാരണം ഞാനും ഒരു കോഴിക്കോട്ടുകാരനാണ്. അപ്പോൾ കോഴിക്കോട് തന്നെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഫറൂഖ് എന്ന് പറഞ്ഞ ഒരു മിഡ് ടൗൺ അല്ലെങ്കിൽ സെക്കൻഡ് ടു ടയർ സിറ്റിയിൽ നിന്നും കോഴിക്കോടിൻ്റെ ഹൃദയഭാഗമായ പൊറ്റമ്മൽ, മാവൂർ പൊറ്റമ്മലിലേക്ക് ഇതുപോലെ പല സന്ദർഭങ്ങളും നിങ്ങളെപ്പോലെ തന്നെ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ പല സ്ഥലത്തും ഇവിടെ ഒരു ഷോറൂമായ പറ്റുമോ, ഇവിടെ ഒരു ഷോറൂമായ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്തോ ദൈവാനുഗ്രഹം ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെത്താൻ പറ്റി. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കായിട്ട് അതിവിപുലമായ, പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് MNMLST യുണീക്ക് ജ്വല്ലറി എന്ന. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുക എന്താ ഈ MNMLST? പണ്ട് നമ്മളൊരു നാട്ടുപ്രദേശക്കാരാണ്. അപ്പോൾ ഫറൂഖ് ഭാഗത്തുകൂടി ഓടുന്ന ഫറൂഖ് കോളേജ് ഒരു ബസ്സുണ്ട്, CMWST, അതായത് കാലിക്കറ്റ് വയനാട് മോട്ടോർ സർവീസസ്. അങ്ങനെയാണ് എല്ലാവരും വിഷ് ചെയ്യുക. അപ്പൊ നമ്മുടെ വക, എല്ലാവരുടെയും വക യെസ് 3 പേരും ഒരുമിച്ച് ഞങ്ങളൊരു കേക്ക് കട്ടിംഗ് സെറമണി കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 പേരെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരുമിച്ച് എൻഡ് ഓഫ് ദി സെഷൻ നമുക്കൊരു കേക്ക് കട്ടിങ്ങും അതോടൊപ്പം അവരുടെ സമ്മാനം കിട്ടും. മോനെ ഒരു ഗോൾഡ് കോയിനാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഓർണമെന്റ്സ് ഒക്കെ ഇവിടുന്ന് തന്നെയാണ്. അപ്പം അത് സെലക്ട് ചെയ്യാൻ വന്നപ്പം ഇവിടെ ഒരു യൂണിറ്റി കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതായത് ഏതൊരു എന്താ പറയുന്നത് ഒരു സെയിൽസ് മാൻ ആയിക്കോട്ടെ, സെയിൽസ് ഗേൾ ആയിക്കോട്ടെ, ആരെയാണെങ്കിലും നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് ആ ഒരു ഷോറൂമിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്നുള്ളത്. കാരണം ചിലപ്പം ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് നിൽക്കാം, അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക ബോറടിച്ച് നിൽക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏത് രീതിയിലും നമ്മളെടുത്ത് ഹാൻഡിൽ ചെയ്യുന്ന രീതി. പക്ഷെ ഇവിടെ എല്ലാവരും ഒരേപോലെയാണ്. സാറിന്റെ മോളുമായിട്ടായിരുന്നു ഞാൻ കുറച്ചും കൂടെ കമ്പനി ആയത്. മോള് സ്റ്റാഫാണോ അതോ ഇവിടുത്തെ വലിയ മുതലാളിയാണോ ഒന്നും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു മോള് പോലും ഇവിടെ ഹാൻഡിൽ ചെയ്ത് നിന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആസ് എ ഫാമിലി നിങ്ങൾ എല്ലാവരും കിടിലമാണ്. അതിന് ഏറ്റവും വലിയൊരു റീസൺ തന്നെ ഈ ഒരു ഫാമിലിനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന കൊടാ എന്റെ വാപ്പ കിടിലാണ്. ഐ എം ടെല്ലിങ് യു. ആൻഡ് സോ ലെറ്റ് മീ ടെൽ യു, യുവർ ഫാമിലി ഈസ് റിയലി പ്രൗഡ് അബൌട്ട് യു. സ്പെഷ്യലി മോളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഇമോഷണലായി. കാരണം മോള് സാറിനെ പറ്റി വളരെയധികം പ്രൗഡാണ്. ഈ ഒരു ലെഗസി മുന്നോട്ടേക്ക് എന്തായാലും സാറിന്റെ ഫാമിലി കൊണ്ടുപോകും. അത് മാത്രമല്ല സാറിന്റെ എല്ലാ സ്റ്റാഫും ഒന്നിനൊന്ന് കിടിലമാണ്. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ ഇത്രയും സമയമെടുത്ത് നിങ്ങൾ എല്ലാവരും ഈ ഒരു സംരംഭം അടിപൊളിയാക്കാനായിട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്നെ അംഗീകരിച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു ആൻഡ് വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്.